സാർ ഈ വാഹനങ്ങൾ ഇങ്ങനെ 20 മിനിറ്റ് അരമണിക്കൂറോളം ഇങ്ങനെ കയറ്റത്തൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ടേക്ക്. അപ്പം ഇത് നിർത്തി ഇവരിവിടെ നമുക്ക് എന്താ അവരോട് പറയാനുള്ളത്? അപ്പം നമ്മൾ കുറേ നേരം കൊണ്ട് നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതെ. ഈ വാഹനങ്ങൾ ഒരു നല്ലൊരു ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് ചെയ്ത് ചില സമയത്ത് 25 മിനിറ്റ് എടുത്ത് മുന്നോട്ട് നീങ്ങാം, ചില സമയത്ത് 15 മിനിറ്റ് എടുത്ത്, ചില സമയത്ത് 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, വാഹനങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഞ്ചിൻ ഓണേ തന്നെ വരും. അതെ. അപ്പോൾ ഇത് വെറുതെ ഫ്യൂവൽ വേസ്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഒഴിവാക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് വാഹനങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ വാഹനം ഓഫ് ആവുന്ന രീതിയിൽ ക്രമീകരിക്കണം. പിന്നീട് നമ്മൾ എപ്പോഴാണോ ക്ലച്ച് ചവിട്ടുന്നത് അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലായിട്ട് ചെയ്തുകൂടെ? അതെ, എല്ലാ ഡ്രൈവർമാർക്കും ചെയ്യാവുന്ന ഒരു ലോങ് ആയിട്ടുള്ളൊരു പിന്നെ ക്യൂവിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഓഫ് ചെയ്ത് സെക്യൂറായ രീതിയിൽ വാഹനം നിർത്താൻ കഴിയും. അപ്പം അത്തരത്തിൽ ജനങ്ങളത് അല്ലെങ്കിൽ ഡ്രൈവർ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതൊരു ഇറക്കമല്ലേ? അപ്പോൾ ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനവും സ്റ്റാർട്ടിങ് ഇത് ക്ലച്ച് ഹാഫ് ക്ലച്ചിലായിരിക്കും അപ്പോൾ ഈ ക്ലച്ച് കണ്ടമാനം തിരിയുവാനും ആ രീതിയിൽ ക്ലച്ച് ചെയ്യുന്ന സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ അതിനും ഒരു കാരണമാണ്. ബാക്കിലോട്ട് ആ സൈഡിലോട്ട് വാഹനം നിർത്തുക. ആ വണ്ടി കൂടി പിടിക്കുക. ഇതുകൊണ്ട് ആ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്യണം. ആ വാഹനത്തിനെ കൂടെ ബാക്കിലോട്ട് പിടിക്കും. ആ വണ്ടിയോടെ സന്ദീപ്, ആ വണ്ടിയോടെ ബാക്കിലോട്ട് പിടിക്കും. ബൈക്ക് എടുത്തില്ല അല്ലെ, ആ സൈഡിൽ ഒതുക്കി, ആ സൈഡിൽ ഒതുക്കിയാലും ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ക്യൂ മുകളിലേക്ക് ചലിച്ചു തുടങ്ങി. നല്ലൊരു കയറ്റവും ഹെയർ പിൻ ബെൻറ്റുമാണ്. ഇത്രയും വാഹനങ്ങൾ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് മുകളിലേക്ക് കയറി വന്നത്? നിങ്ങൾ ആ മുകളിലേക്ക് കയറി വന്ന് ഈ വഴി അടഞ്ഞ എഗൻസ്റ്റ് വരുന്ന വാഹനങ്ങളിൽ പോകാൻ പറ്റുമോ? എന്തിനാണ് പിന്നെ തെറ്റ് ചെയ്ത് ആവർത്തിച്ച്? എന്തിനാണ്? നിങ്ങൾക്കറിയാമോ ഈ ക്യൂവിൻ്റെ ലെങ്ത് എത്രയാണെന്ന്? ജസ്റ്റ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങി വന്നത്. നിരവധി വാഹനങ്ങൾ കൃത്യമായ രീതിയിൽ ക്യൂ പാലിക്കാൻ തയ്യാറല്ല. ഈ ക്യൂ തെറ്റിച്ച് വന്ന വാഹനങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ട ഉപദേശം കൊടുത്ത് വളരെ താമസിച്ചാണ് ഈ ക്യൂ തെറ്റിക്കുന്നവരെ നമ്മളിപ്പം മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ഇവിടെ മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ നേരമായിട്ട് നമ്മളിങ്ങനെയുള്ള വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾ ക്യൂ തെറ്റിച്ച് വരുന്ന വാഹനങ്ങളെ ഒരു സൈഡിൽ മാറ്റി പാർക്ക് ചെയ്ത് ശരിയായ രീതിയിൽ വാഹനം ഓടിക്കേണ്ട ഉപദേശം കൊടുത്തതിന് ശേഷം മാത്രമാണ് തുടർന്നുള്ള മുന്നോട്ടുള്ള ഇവരുടെ യാത്ര നമ്മൾ അനുവദിക്കുന്നത്. സന്ദീപ് അതിനെ ബൈക്കോട്ടാക്ക് ഓട്ടറേ, സൈഡിലോട്ടാണ് കയറ്റ്. വണ്ടി കൊണ്ട് മാറ്റി ആ സൈഡിലോട്ട് മാറ്റി, ആ സൈഡിലോട്ട് മാറ്റി കയറ്റി അങ്ങോട്ടൊക്കെ മാറ്റി പോട്ടെ, ബൈക്കിലോട്ട് 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 പോട്ടെ. കൊണ്ട് കയറരുത്. വണ്ടി ബൈക്കിലോട്ട് പോട്ടെ, ബൈക്കിലോട്ട് പോട്ടെ, ബാക്കിറങ്ങട്ടെ, വണ്ടി ബൈക്കിലോട്ട് പോട്ടെ. ബാക്കിലോട്ട് ഇവിടെ സ്ഥലമില്ല, വണ്ടി ബൈക്കിലോട്ട്. ആ KSRTC ബസ്സിന് പോകണം, വണ്ടി ബൈക്കിലോട്ട് മാറ്റി. അണ്ണൻ ബാക്കിലോട്ട് വണ്ടി മാറ്റി, ബാക്കിലോട്ട് വണ്ടി മാറ്റി, ബാക്കിലോട്ട് മാറ്റി, ബാക്കിലോട്ട്. അത് വേണ്ട, അവിടെ വണ്ടി ബ്ലോക്കാണ്, ബാക്കിലോട്ട് മാറ്റി, വണ്ടി ബാക്കിലോട്ട് മാറ്റാൻ. വണ്ടി ബാക്കിലോട്ട് മാറ്റി, ബാക്കിലോട്ട് വണ്ടി മാറ്റി, അവിടെ ഒതുക്കി തരാം, ബാക്കിലോട്ട് മാറ്റി. സ്വാമി വണ്ടി ബാക്കിലോട്ട് മാറ്റി, സ്വാമി ബാക്കിലോട്ട് എടുത്തേ, വണ്ടി ബാക്കിലോട്ട് എടുത്തേ. ഇതിനെ ബാക്കിലോട്ട് പോവാ, വണ്ടി ബാക്കിലോട്ട് പോവാ, പോരട്ടെ ബാക്കിലോട്ട് പോട്ടെ, ബാക്കിലോട്ട് എടു, ബാക്കിലോട്ട് പോട്ടെ, ബൈക്ക് പോട്ടെ, വണ്ടി ബൈക്കിലോട്ട് പോട്ടെ. ഫ്രണ്ട് കയറ്റണ്ട, ബൈക്ക് അങ്ങ് പോയാൽ മതി. ബൈക്കിലോട്ട് പോവാ. ബൈക്കിലോട്ട്
ഇതിനെ പറഞ്ഞു വിടി, ഈ വണ്ടിയുടെ പറഞ്ഞു വിടി, ഈ വണ്ടിയുടെ പറഞ്ഞു സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ബൈക്കോട്ട് പോ. ഫോർവേഡില്ല ബൈക്കിലോട്ട് പോട്ടെ. സന്ദീപ് ബാബാ. ക്ഷമയോടുകൂടി ആ ക്യൂവിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ തീരേണ്ട ക്യൂ അത് പെട്ടെന്ന് മാറിക്കിട്ടും. പക്ഷെ നിങ്ങൾ വലത്തേക്ക് 2-3 വാഹനം കയറി ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വാഹനം വിടത്തുള്ളൂ. അതൊരു ചെറിയ ശിക്ഷയാട്ടോ, ഫൈനൊന്നുമില്ല. നിങ്ങൾക്ക് ആ കയറി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെത് നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ ഈ വണ്ടി പോകാൻ അനുവദിക്കൂ. ധൃതിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ഓവർടേക്ക് ചെയ്തത്. അത് ശരിയായ ഒരു മാർഗ്ഗമല്ലെന്ന് തിരിച്ചറിയണം, അല്ലേ? ശരിയല്ലേ? മണിക്കൂർ കഴിഞ്ഞാൽ കയറ്റി കൊടുത്തോളെന്ന് പറഞ്ഞു. പക്ഷേ ആ വാഹനത്തിന് നമ്മൾ കയറ്റി വിടുകയാണ്. ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഈ വണ്ടി നമുക്ക് കയറ്റി വിടാം. ഒന്ന് സ്റ്റോപ്പ്. തൽക്കാലം അരമണിക്കൂർ എന്നുള്ള ഗ്യാപ്പ് നമ്മൾ കടത്തി വിടുകയാണ്. ഇത് നാളെ ഒരു പാഠമായിരിക്കണം. ആ സൈഡിലോട്ട് എടുത്തിട്ട് എൻ്റെ ബാക്കിലോട്ട് കയറി പിടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കോമണായി പറയാനുള്ള ഒരു കാര്യം ഇതാണ്. എവിടെ ഒരു ക്യൂ ജനറേറ്റ് ചെയ്താലും വലതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് എന്താണ് ആ ക്യൂവിൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാതെ ആ ക്യൂവിനെയും എഗൻസ്റ്റ് വരുന്ന വാഹനത്തിനെയും ബ്ലോക്ക് ചെയ്ത് ദുരിതത്തിലാക്കുന്ന ഒരു സംവിധാനം ആരും അഡോപ്റ്റ് ചെയ്യരുത്. ആ ക്യൂവിൽ വളരെ ക്ഷമയോടുകൂടി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ യാത്ര തുടരാൻ കഴിയും. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന എല്ലാ ആൾക്കാരും പ്രത്യേകം മോട്ടോർ വാഹന നിയമങ്ങളെല്ലാം അനുസരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി റോഡിലെ സൈൻ ബോർഡുകൾ അത് ശ്രദ്ധിക്കുക. ഹെയർ പിൻ വളവുകളിലൊന്നും ഓവർടേക്ക് ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി കയറ്റങ്ങളിൽ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ, കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങളിൽ ലോഡുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുക. അതുപോലെ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ, കയറ്റം ഇറങ്ങി വരുന്ന വാഹനങ്ങളെ കൺസിഡർ ചെയ്യുക. വളവുകൾ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക, അമിത വേഗതയിൽ ഓടാതിരിക്കുക. വാഹനം ശരിയായ മെയിൻ്റനൻസ് നടത്തിയതിന് ശേഷം മാത്രമേ ശബരിമലയിലേക്ക് വരാൻ പാടുള്ളൂ. ഈ ബ്ലോക്ക് കണ്ടതുകൊണ്ട് പല വാഹനങ്ങൾ ഇത്തരത്തിലുള്ള ക്യൂ തെറ്റിച്ച് ഓടുന്നത് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.